ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നില്ല. ഞാനും ഉമ്മയും എൻ്റെ 2 സിസ്റ്റേഴ്സും കൂടി വിസ്മയ പാർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണൂർ. നമ്മൾ കുറേ നാളുകളായി പറയണം വിസ്മയയിൽ പോകാമെന്ന്. അപ്പോൾ നമ്മൾ കരുതി ഇപ്രാവശ്യം ന്യൂ ഇയറിൻ്റെ സമയത്ത് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. പക്ഷെ അതും നടന്നില്ല. അങ്ങനെ നമ്മൾ വിസ്മയയിലേക്കാക്കി ആ പ്ലാൻ. അങ്ങനെ നമ്മൾ വിസ്മയയിൽ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ രാവിലെ തുറക്കുന്നൊക്കെ വിചാരിച്ച്, സത്യം പറഞ്ഞാൽ അവിടെ 11 മണിക്കായിരുന്നു തുറക്കുക. അത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അപ്പം വിസ്മയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അതിൻ്റെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പോകുന്നത് എങ്ങനെയാണ്, ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പണ്ട് ഭയങ്കര ചെറുതായിരുന്നപ്പോഴാണ് പോയത്. അപ്പോൾ ഉമ്മ എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ചും കൂടി ഏജൊക്കെ നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റുമോ എന്നൊക്കെ ഉമ്മ ഇങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ പറഞ്ഞു. പക്ഷേ പോയപ്പോൾ നമ്മളെല്ലാത്തിലും കയറി മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയൊക്കെ ഇങ്ങനെ ഓടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കയറിട്ട് നമുക്ക് തന്നെ സന്തോഷമായിരുന്നു. കാരണം നമ്മളവിടെ ചെന്നപ്പം ശരിക്കും നമ്മുടെ ഏജ് കുറച്ചൊന്ന് കുറഞ്ഞ് നമ്മൾ കുഞ്ഞി കുട്ടിയായ പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മളെക്കാളൊക്കെ മുമ്പിൽ ഓടുന്നത് ഉമ്മയാണ് കയറാൻ വേണ്ടിയിട്ട്. എല്ലാത്തിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാ റൈഡ്സിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. 6 മണി വരെ നിന്നിട്ടുണ്ടായിരുന്നു. 6 മണി അത് അറിഞ്ഞതേ ഇല്ല. 11 മണി മുതൽ 6 മണി വരെ അതിനിടയ്ക്ക് നമ്മൾ ചെറിയൊരു ലൈമും പപ്സും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ, കാരണം അത്രയും ടൈം പോലും പോകണ്ടെന്നായിരുന്നു. അതുപോലെ ഈ ഒരു സാധനത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകാശത്ത് പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തലകുത്തി അവിടെ നിൽക്കും. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഹൈറ്റ് നല്ല പേടിയുള്ള ആളാണ്. പക്ഷെ എനിക്ക് കയറണം എന്നുള്ള ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി കയറി കണ്ണൊക്കെ അടച്ചായിരുന്നത്. ആകാശത്ത് എത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നു. പിന്നെ എൻ്റെ കാറ്റ് പോയി. പിന്നൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാൻ കണ്ണ് പൂട്ടി മുറുക്ക അടച്ചിട്ടൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ട്രിപ്പ് പോകാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാനാണ് വിസ്മയ. അപ്പോൾ എന്തായാലും പോയി നോക്കാം കേട്ടോ.